പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസിലേക്ക് പുതിയൊരു അവസരം വിളിച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ്. നിങ്ങളുടെ അറിവിലുള്ള ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. കേരള പോലീസിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 30/6/2026 ഗസറ്റഡിൽ ഏകദേശം നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 5/8/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓഗസ്റ്റ് 5 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അതിന് മുമ്പായിട്ട് അപേക്ഷിക്കുക. ഇനി അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ കൂടി നോക്കാം. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഡിസ്ട്രിക്ട് വൈസിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കും. കേരള പോലീസിലേക്കാണ് കേട്ടോ ഇത് വിളിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ കാറ്റഗറി നമ്പർ 068/2026 അതുപോലെ തന്നെ രണ്ടാമത്തത് 069/2026 എന്നുള്ള രണ്ട് കാറ്റഗറി നമ്പറിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആർമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. പോലീസ് കോൺസ്റ്റബിൾ ആണ് കേട്ടോ. സ്ഥിര ജോലിയാണ്. അതുപോലെ തന്നെ 31,100 മുതൽ 66,800 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അതായത് കോൺസ്റ്റബിളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞ 68/2026 എന്ന കാറ്റഗറി നമ്പർ SSC/CCക്കുള്ളതാണ് കേട്ടോ. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ളവർക്കുള്ളതാണ് ആ ഒരു വേക്കൻസി. അപ്പോൾ അത് എവിടെയൊക്കെയാണ് അതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ബറ്റാലിയനാണ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം SAPയിൽ 2 വേക്കൻസി ഉണ്ട്. പിന്നെ കാസർഗോഡ് KP4 കാണാൻ സാധിക്കും 2 വേക്കൻസി ഉണ്ട്. പിന്നെ എറണാകുളം KP1 ഒരു വേക്കൻസി ഉണ്ട്. തൃശ്ശൂർ KP2 ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് 69/2026 വിശ്വകർമ്മയാണ്. അതിന് ഏകദേശം തൃശ്ശൂരിൽ 2 വേക്കൻസി KP2 ആണ് കേട്ടോ. 2 വേക്കൻസിയും വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. അതായത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് ബറ്റാലിയൻ ബേസിൽ. പക്ഷേ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് കേരളത്തിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് ജനറൽ കാറ്റഗറിക്ക് അല്ല, ജനറലി ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. SSC/CCക്കാർക്കും വിശ്വകർമ്മക്കും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബറ്റാലിയൻ ബേസിലായതുകൊണ്ട് ആ ജില്ലക്കാർക്ക് മാത്രമല്ല പുറമേ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇപ്പം നിങ്ങൾ വയനാടാണെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വയനാടൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്തില്ല. ബറ്റാലിയൻ ബേസിലാണ് വിളിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ കാറ്റഗറി ആയിരിക്കണം, പറയാൻ പോകുന്ന യോഗ്യതയും വേണമെന്ന് മാത്രമേ ക്രൈറ്റീരിയ ഉള്ളൂ. 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1993 അതുപോലെ 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. HSC ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ +2 പാസ്സായിരിക്കണം. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ വേണം. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ വേണം. 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഫിസിക്കലാണ്. ഈ ഫിസിക്കലിൽ മസ്റ്റ് ക്വാളിഫൈ എനി 5 ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8 ഇവൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 8 എണ്ണം പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിംഗ്, പുള്ളപ്പ് ഓർ ചിന്നിങ് 1500 മീറ്റർ ഉൾപ്പെടെ 8 ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കവർ ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ക്രൈറ്റീരിയ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 5 എണ്ണം, ഇവിടെ നിങ്ങൾ 4 എണ്ണം ക്വാളിഫൈ ചെയ്തു, ഇതും ഫെയിലായി ഇതും ഫെയിലായി, പക്ഷേ 7ാമത്തെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ എന്തായി ഫുള്ളി പാസ്സായി. 5 എണ്ണം മാത്രം നിങ്ങൾ പാസ്സായാൽ മതി. 8 എണ്ണം ഉണ്ട്. അതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരു ഉദാഹരണത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫിസിക്കൽ വരുന്നത്. ആദ്യം എക്സാം ഉണ്ടാവും, PSCൻ്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരുപാട് വേക്കൻസി ഇപ്പോൾ PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡേ ബൈ ഡേ ഡേ ബൈ ഡേ വരുന്ന മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഓരോന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതിന് കൃത്യമായിട്ട് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നമ്മുടെ SSC ആവട്ടെ, അതുപോലെ തന്നെ RRB ആവട്ടെ, റെയിൽവേൻ്റെ ആവട്ടെ, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വാരിയസ് ജോബുകൾ, സ്ഥിര ജോലി ആണെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ളതാണെങ്കിലും അല്ല പാർട്ട് ടൈം ആയിട്ടുള്ളതാണെങ്കിലും പല രീതിയിൽ വിളിക്കാറുണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി.